നമസ്കാരം. എല്ലാ മാന്യ ജീവൻ ടി വി പ്രേക്ഷകർക്കും അറേബ്യൻ ഫോക്കസിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ദുബായിലെ ഒരു സ്പെഷ്യൽ സ്ഥലത്തുണ്ട്, ദാറ്റ് ഇസ് അബു ഹെയിൽ. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത്, ഞാൻ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു ബിസിനസ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു യൂത്ത് ഐക്കൺ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്താ പറയുക, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരു നല്ലൊരു ബിസിനസ് മാൻ ആണ്. ക്ലവർ ഫ്ലൈറ്റ് LLCയുടെ MD ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ അർഷദ് ഐഡ്രൂസ്. സാധാരണ ഞാൻ എപ്പോഴും നിങ്ങളെ എന്നും ഓരോരോ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്താറുണ്ട്, പല പല മേഖലകളാണ്. ഇന്നൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഗസ്റ്റും കൂടെ നമുക്കുണ്ട്. വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ സ്വീറ്റ് ക്യൂട്ട് വൈഫാണ്. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുകയാണ്. നമുക്ക് മാമിനെയും പരിചയപ്പെടാം. എന്തായാലും അവരെ വെൽക്കം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം മാം, വെൽക്കം ടു അവർ ഷോ. ഇപ്പൊ എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട്? 7 months ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ രണ്ടര അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ലവ് മാരേജ്? No, arranged marriage. Okay. Nice couple. So I thought maybe. But parents നല്ല സെലക്റ്റീവ് ആണ്. Okay. Sir actually എത്ര വർഷം ഇവിടെ വന്നിട്ട്? ഇവിടെ ചെറുപ്പത്തിലും ഇവിടെ തന്നെയാണ്. ഓക്കെ. ജനിച്ചതും വളർന്നതും? ഇല്ല, ജനിച്ചത് വളർന്നത് ഇവിടെയാണ്. സ്റ്റഡീസും ഒക്കെ ഇവിടെയായിരുന്നു. ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടിൽ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലോ. ഓക്കെ ഓക്കെ. മാമോ? തൃശ്ശൂർ തന്നെ, രണ്ടൊരു തൃശ്ശൂർ തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ മാം ഇവിടെ ആയിരുന്നു വന്നത്? ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ, കുഞ്ഞിൽ സ്റ്റഡീസ് ഒക്കെ ഇവിടെ ആയിരുന്നു. ഓക്കെ ഓക്കെ. സാർ എവിടെയാ പഠിച്ചത്? ഇവിടെ പഠിച്ചത് ഗൾഫ് മോഡൽ സ്കൂളിലാണ്. പ്രൈമറി സ്കൂൾ. ഓക്കെ ഓക്കെ. പിന്നെ കോളേജ് വന്നപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് ഹോങ്കോങ് ഇൻ ദുബായ്, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ ഓക്കെ. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ദുബായിലാണ്. ദുബായിലെ നോളജ് വില്ലേജിലാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഒരു 5-6 months US ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു ദുബായിക്ക് വന്നു. ആ സെയിം കോളേജിൽ തന്നെ MSL എടുത്തോണ്ടിരിക്കും. കംപ്ലീറ്റ് ആയി. അച്ഛൻ ഈ ഫീൽഡിലായിരുന്നു അല്ലേ? ബിസിനസ് ഫീൽഡിലായിരുന്നു സ്റ്റാർട്ടിങ്. ഫാദറാണ് ഷിപ്പിംഗ് ഫീൽഡിലായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെയാണ് അത് ആദ്യം ബേസ് ഉണ്ടായിരുന്നത് പുള്ളിക്ക് സൗദിയിലാണ്. ഓക്കെ ഓക്കെ. ദുബായിക്കൊക്കെ വന്ന് പിന്നെ ദുബായിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്വന്തമായിട്ട്. ഓക്കെ ഓക്കെ. ഒരു ജോലിയായിരുന്നു, ഒരു മാനേജർ, ഒരു സെയിൽസ് മാനേജർ പൊസിഷൻ ആയിരുന്നു. ഓക്കെ. അപ്പൊ സാർ ഈ എന്താ പറയാ, നമ്മളെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു ഡയറക്റ്റ് വന്ന് എങ്ങനെയായിരുന്നു? ബിസിനസ് ജോയിൻ ചെയ്യായിരുന്നു അതോ വേറെവിടെയും ജോബ് പോയിരുന്നു? എങ്ങനെയായിരുന്നു? ഞാൻ പിന്നെ ഈ ചെറിയ ചെറിയ ജോബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടെലികോമില് പ്രൊജക്ട് ഹാൻഡ്ലിംഗ് ടീം ലീഡർ ആയിരുന്നു. ഓക്കെ. അതൊരു 6 months തികച്ചുണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു ഇന്റേൺഷിപ്പ് ഒരു മൂഡിൽ ചെയ്താണ്. അതെ. പിന്നെ അത് മാത്രമല്ല, ഫാദറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ജോലിയിൽ ഒന്ന് അറിയണം, ഒന്ന് ടൈം കീപ്പ് അപ്പ് ചെയ്യാനൊക്കെ ഒന്ന് പഠിക്കണം. വൗ, ഗ്രേറ്റ്. അല്ലാതെ ഡയറക്റ്റ് നേരെ അല്ലേ അങ്ങനെ കേറ്റാണ്ട് പഠിച്ചു വരാ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഫാദറും പ്ലാൻഡ് ആയിരുന്നു, മദറും പ്ലാൻഡ് ആയിരുന്നു എന്റെ കാര്യത്തിൽ. ഓക്കെ ഓക്കെ. ഇങ്ങനെ ചാടിക്കേറി ഒന്നും അതെ പെട്ടെന്നൊരു ചെയറിൽ ഇരുത്താണ്ട് നമ്മളെല്ലാ പോസിറ്റീവ്. അപ്പം അവിടെ 6 months കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു? പിന്നെ അച്ഛൻ ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു? അതെ, പിന്നെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു. ബിസിനസ്സിലേക്ക് പിന്നെ പറഞ്ഞ വഴി ഫാദറിനും പിന്നെ നാട്ടിലോരോ കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആയി. ഓക്കെ. അതെ, ബിസിനസ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഫാദർ നാട്ടിലേക്ക്. ഓക്കെ, ഫുള്ളി പ്ലാൻഡ്. ഓക്കെ. എന്തായിരുന്നു ആക്ച്വലി അപ്പം സാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു ബിസിനസ്? എന്തായിരുന്നു ചെയ്യുമ്പോൾ? നമുക്ക് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയാണ്. ഓക്കെ. അതിനുള്ള ബേസിക്കലി ഷിപ്പിംഗ് ആണ്, പാക്കിംഗ്, ഷിപ്പിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, വെയർഹൗസിംഗ്. ഓക്കെ. എന്തൊക്കെയാണ് നമ്മൾ കോൺട്രാക്ട് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. കോൺട്രാക്ട്. അതെ, പ്രിൻസിപ്പൽ ബ്രാൻഡായിട്ട് നമുക്ക് കോൺട്രാക്ട് ഇല്ല, പക്ഷെ നമുക്ക് അപ്പോൾ സബ് കോൺട്രാക്ട് സബ് എടുക്കുക ചെയ്യുക. ഓക്കെ ഓക്കെ. അവർക്കൊരു ഇതുണ്ടാവും, ഒരു 2-year 3-year കോൺട്രാക്ട് ഉണ്ടാവും പ്രിൻസിപ്പൽ ബ്രാൻഡായിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ വലിയ വലിയ ലോജിസ്റ്റിക്സ് കമ്പനി ബക്കർ മൊഹീബി, ഈ ട്രാൻസ്മെഡ്, GAC എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് നമ്മളെന്താ ചെയ്യുക? അവരെന്ന് നമ്മൾ സബ് എടുക്കുക, സബ് കോൺട്രാക്ട്, ഡിസ്ട്രിബ്യൂഷൻ, പാക്കിംഗ് എന്നൊക്കെ ഉള്ള ഐഡിയകൾ, പിന്നെ വെയർഹൗസ് റാക്കിംഗ്, സ്റ്റാക്കിംഗ്. ഓക്കെ. നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റാണ് മെയിനായിട്ട് ഇപ്പം ഡീൽ ചെയ്യുന്നത്? പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്ലയൻസിന്റെ പ്രൊഡക്ട്സ് ആണ് ശരിക്കും. ഓക്കെ. ക്ലയന്റ് അക്കോർഡിംഗ് ആണ് അവർക്ക് എന്ത് പ്രോഡക്റ്റും നമ്മൾ ഷിപ്പിംഗ് സപ്പോർട്ട്. നമ്മളിപ്പോ മാസ് ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്ന മാസിന്റെ പ്രിൻസിപ്പൽ കമ്പനി, അതിന്റെ ഇടയിൽ വരുന്ന സ്നിക്കേഴ്സ്, അവർക്ക് കുറേ ബ്രാൻഡ്സ് ഉണ്ട് അതിന്റെ ഇടയിൽ. അതെല്ലാം ഓക്കെ, അതൊക്കെ അതെ. പിന്നെ ലോറിയൽ ബ്രാൻഡ്സ്, അതൊക്കെ ബക്കർ മൊഹീബി ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സാർ എത്ര നാളെ ആക്ച്വലി ബിസിനസ് ജോയിൻ ചെയ്തിട്ട്? എന്നാ ജോയിൻ ചെയ്തത്? 5 years.
5 years ആയി. 5.5 years. ഓക്കെ, പഠിച്ചിറങ്ങിയ ഉടനെ ജസ്റ്റ് ഒരു 6 months ഗ്യാപ്പ് എടുത്തു ജോയിൻ. ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തത്. ഓക്കെ ഓക്കെ അപ്പോൾ കറസ്പോണ്ടന്റ് കോഴ്സ് ആയിട്ട് ഫുൾ ടൈം ആയിരുന്നു. അതെ, ഫുൾ കോഴ്സ് തന്നെ. പിന്നെ ഇവിടെ ഈ ഈവനിങ് ക്ലാസ്സസ് ആണല്ലോ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം രാവിലെ ജോബ്, അതും ജോബല്ല ബിസിനസ്സും ദെൻ ഇതും. അത് വീക്ക്ലി 2-3 days ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ സബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമ്മുടെ കോളേജിൽ മാസ്റ്റേഴ്സിനൊക്കെ. ഒരു പ്രത്യേക ഇപ്പോൾ മറ്റുള്ള ഇന്ത്യൻ കോളേജസ് മാതിരി ബെല്ലടിക്കുക ഒരു ടൈം സെറ്റ് ഇല്ല. നമുക്ക് ടൈം ചൂസ് ചെയ്യാം. മോർണിംഗ് ടൈം, ഈവനിങ് ടൈം, അങ്ങനെ. ഓക്കെ ഓക്കെ. ആക്ച്വലി എന്തൊക്കെ സബ്ജക്റ്റ് ആയിരുന്നു സാർ സെലക്ട് ചെയ്തത്? ഇപ്പോൾ സെലക്ട് ചെയ്ത അതിൻ്റെ ഉള്ളിൽ കോറായിട്ട് വരുന്ന സബ്ജക്ട്സ് ഉണ്ട്. ബേസിക്കലി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതാണ് അവരുടെ കോർ സബ്ജക്ട്സ്. കോർ സബ്ജക്ട്. അതെ. പിന്നെ അതിൽ HR വരുന്നുണ്ട്. ഓക്കെ, ലൈക് സബ് എല്ലാം വരുന്നുണ്ട്. മെയിൻ ആയിട്ട് സെലക്ട് ചെയ്ത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സെലക്ഷൻ അല്ലായിരുന്നു, അത് കോറായിരുന്നു. സെലക്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ്. ഓക്കെ, അച്ഛനും സ്റ്റാർട്ട് ചെയ്ത സെയിൽസ് എന്നാണെന്ന് നേരത്തെ മെൻഷൻ ചെയ്തു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഫാദർ ഒരു പ്രോപ്പർ ഒരു വെൽ എസ്റ്റാബ്ലിഷ് സെയിൽസ് പേഴ്സൺ ആണ്. അത് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫാമിലി പറ്റി പറയും, അച്ഛനും അമ്മ അവരെ പറ്റി ഒന്ന് പറയൂ. ഫാദറിന്റെ പേര് അഡ്രോസ് എന്നാണ്, മദറിന്റെ പേര് റഷീദ. വലിയൊരു ഇതുണ്ട് കേട്ടോ, ഹാൻഡ് ഉണ്ട് പുള്ളിക്കാരുടെ ഫാമിലി. മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഞാനിപ്പോ കോളേജിൽ പഠിക്കുമ്പോൾ ഫൈനാൻസിന്റെ എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു ഫൈനാൻസ് സബ്ജക്ട്. ആ ഒരു ടൈമില് ഞാൻ ബുക്ക് കൊണ്ട് കൊടുക്കും. മിന്നിന്റെ ചാപ്റ്റേഴ്സ് ഭയങ്കര ടഫാണ്, എന്നെ പഠിപ്പിച്ചാൽ. ഓ, അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് പഠിപ്പിച്ചു തരും. അപ്പോ പുള്ളിക്കാരി അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് അത് ടെക്സ്റ്റ് ബുക്കും ഈ പറഞ്ഞ മാതിരി പുള്ളിക്കാരി ഇപ്പോ മറ്റേ കുറച്ച് ഓൺലൈനിലെ ഹെൽപ്പ് ഒക്കെ എടുത്ത് പുള്ളിക്കാരി സ്വന്തം പഠിച്ചിട്ട് അത് എന്നെ പഠിപ്പിച്ചു തരും. അതെ. അപ്പോ ഞാനൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ കാലൊക്കെ വെച്ചിട്ട് പഠിക്കുക വളരെ കൂളായിട്ട്. പുള്ളിക്കാരി അതിന്റെ പുറകെ സ്ട്രെസ് അറിയാത്തൊരു കാര്യമാണല്ലോ പുള്ളിക്കാരി. ചില മദറിന് അറിയില്ല എന്താണ് ഫൈനാൻസ് എന്നുള്ള അറിയില്ല. നമ്മൾ അറിയാത്തൊരു ടോപ്പിക് പഠിപ്പിക്കുമ്പോ അതിനെക്കുറിച്ച് വല്ലാത്തൊരു റിസർച്ച് നമുക്ക് ചെയ്യണമല്ലോ. 2 സിസ്റ്റേഴ്സ് ഉണ്ട്, രേഷ്മ, സൈമ. അളിയന്മാര് രണ്ടുപേരും മാരീഡ് ആണ്. അതെ, രണ്ടുപേരും മാരീഡ് ആണ്. എന്റെ എൽഡർ സിസ്റ്റേഴ്സ് ആണ്. ഓ, ഏറ്റവും ഇളയാളാണ്. അതെ, വീട്ടിലെ ഏറ്റവും പെറ്റല്ലേ? പെറ്റൊന്നും അല്ല, ഇപ്പം അതിനെക്കാട്ടി ഇപ്പൊ ഏറ്റവും ഇളയാൾ ഇപ്പൊ ഇതല്ലേ ഫാമിലിയിൽ? ഓക്കെ, യംഗസ്റ്റ് മാൻ. ഓക്കെ, അപ്പൊ ഇനി ഒരു ന്യൂ മെമ്പർ വരും വരെ ഏറ്റവും സ്മോൾ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനിയിപ്പോ ഏകദേശം ഒരു അല്ല, പിന്നെ അവർക്ക് മറ്റേ അളിയന്മാരുണ്ട്, രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ഡോക്ടർ അബ്ദുൽ ഹക്കീം, ഡോക്ടർ സുബിൻ അഹമ്മദ്. ഇവിടെയാണോ? നാട്ടിലാണ്. ഇവിടെ ഒരു പ്ലാൻ ഇല്ല. പിന്നെ രണ്ടുപേരും നാട്ടിൽ ഇങ്ങനെ സെറ്റ് ആയിക്കാണ് ഏകദേശം. അവരുടെ ഒരു കരിയർ ബിൽഡിംഗ് ഒക്കെ ആയിട്ടൊക്കെ അവിടെ നാട്ടിലാണ്. മക്കളും 5, 2 നീസ്, 2 നെഫ്യൂസ്, 3 നീസ്. രണ്ടുപേർക്കും കൂടി. ഇപ്പൊ അച്ഛൻ ഹാൻഡ് ഓവർ ചെയ്ത് 5 years ആവുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് ഒക്കെ അതിന് ശേഷമുള്ള, അതായത് സാറിന്റെ കയ്യിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് കമ്പനിയുടെ ഗ്രോത്തും ലൈക് ബേസ്ഡ് ഓൺ ഫാദറിന്റെ അഡ്വൈസ് തന്നെയാണ്. ഓക്കെ, ഒരു സസ്റ്റൈനിങ് ഗ്രോത്ത്. നമ്മളിപ്പോ ഒരു 5% ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനീസിന്റെ ഗോൾ 30%, 40% ഒക്കെ ആകുമ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് വെറും 20 ഉണ്ടാവുള്ളൂ, 15 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതുപോലെ ഉണ്ടാവില്ല. നമ്മളൊരു റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അതിപ്പോ ഒരു നെക്സ്റ്റ് ഇയർ ഫോർകാസ്റ്റ്, 1 year ഫോർകാസ്റ്റ് ആണ്. ഫാദറിന്റെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 years ഫോർകാസ്റ്റ് ആണ്. 20 years ഫോർകാസ്റ്റ് മിനിമം. ലൈക്ക് യു നോ, ഹി വാസ് ഓൾറെഡി ഫോർകാസ്റ്റിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് ഈവൻ ബിഫോർ ഐ വാസ് ബോൺ. ഞാൻ ഇത്രയും പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് 20 years, ലൈക്ക് 1 or 2 year ജനറലി നമ്മൾ കേൾക്കാറുണ്ട്. ബിക്കോസ് മാർക്കറ്റ് കണ്ടീഷൻ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ബിസിനസ്, യു നോ, ഇൻ ഫാമിലി ടു. അപ്പൊ ആ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് ഇന്നൊരു കാല് വെക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കണം ആ കാല് വെക്കുന്നത് എന്നുള്ളൊരു. ഗ്രാജുവലി വെച്ചാലും കുഴപ്പമില്ല, ബട്ട് തിരിച്ചെടുക്കേണ്ടി വരരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ അതിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതിന് ലൈക്ക് ഒരു സ്പീഡി ഗ്രോത്ത് അല്ല, ബട്ട് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം നമുക്ക് ഇതുവരെ ഒരു മൈനസ് ഫിഗറിൽ പോണ്ടി വന്നിട്ടില്ല, ഡൗൺ പോയിട്ടില്ല. നമുക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ കമ്പനിക്ക്. അപ്പോൾ അതൊരു ഗ്രോത്ത് വന്നത് തന്നെ നമ്മളൊരു സെറ്റ് ചെയ്യുന്ന ഗോൾ ഒരു മാക്സിമം ഒരു 5 to 6%. ബാക്കി വരുന്നത് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് കണ്ടീഷൻസ് ബെറ്റർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കിട്ടുന്ന ബിസിനസ് ആയിരിക്കും. എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ തന്നെ. ഇപ്പൊ നമുക്ക് എത്ര ഓഫീസ് ഉണ്ട് ഇവിടെ? ഇവിടെ മെയിൻ ഓപ്പറേഷൻസ് എടുക്കുന്ന ഒരു ഓഫീസ് തന്നെയാണ്. നമുക്ക് 2 ഓഫീസ് ഉണ്ട്. ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് അത് വീടിന്റെ അടുത്ത് തന്നെയാണ്, വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടെ. അതും ഫാദറിന്റെ ഒരു വേറൊരു വ്യൂ ആണ്. ഫാമിലിക്ക് ടൈം കൊടുക്കാനായിട്ടുള്ള, ഫാമിലിക്ക് മാത്രമല്ല വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഏത് സമയത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. തിരിച്ചാണ്. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു.
ഓക്കെ ഓഫീസിലാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാം എന്നാൽ വീട്ടിൽ പോവാം ഫാമിലി തിരിച്ചല്ലേ ഇൻ കേസ് ഫാമിലി ടൈമിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് അങ്ങോട്ട് പോവാം. ഓക്കെ ഗ്രേറ്റ്. ടൈം സേവ് അപ്പൊ അതുകൊണ്ട് ഒരു അതിനും ഒരു എഫിഷ്യൻസി ഉണ്ട്. അതിപ്പോ ഞാനും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ പണ്ട് ഒരു മോക്കിയാൻ വേണ്ടി പറയുമായിരുന്നു, മറ്റുള്ളവരൊക്കെ ഓഫീസിന്റെ അടുത്താണ് വീടെടുക്കുന്നത്, ഇത് വീടിന്റെ അടുത്താണ് ഓഫീസ് എടുക്കുന്നത്. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഫീൽഡിൽ കാല് വെക്കാൻ താല്പര്യമില്ല. ഓക്കെ മേ ബി അതുകൊണ്ടായിരിക്കും ഇപ്പോ ചില ആൾക്കാർക്കൊക്കെ ഉള്ളതും കൂടി പോകുന്ന ഒരു അവസ്ഥ. അതെ, അപ്പോ എല്ലാം കൂടെ ചാടി പിടിക്കേണ്ട, നമുക്ക് അറിയാവുന്ന നന്നായിട്ട് അറിയാന്നുള്ള അറ്റ്ലീസ്റ്റ് ഒരു 50% ഇൻഫർമേഷൻ, ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഉള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ പോകുന്നത് തന്നെ നമുക്ക് ഇനിയും മേഖലകളുണ്ട് ഇനി ആഡ് ചെയ്യാനും. ഈ ഫീൽഡിൽ തന്നെ ആഡ് ചെയ്യാൻ ഇനിയും സെക്ഷൻസ് ഉണ്ട്. ഇപ്പോ കൂടാത്തതിന് ഇപ്പൊ നമ്മുടെ എയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ കുറച്ച് ഡൗൺ ആണ്, അതൊക്കെ ഇനിയും വളരെ സ്കോപ്പുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെയും ഭയങ്കര ആ ഒരു ഫീൽഡിലൊക്കെ ഈ ലോജിസ്റ്റിക്സ് ഹബും ഏഷ്യയും ആഫ്രിക്കൻ മാർക്കറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഹബ്ബായി മാറിപ്പോ ദുബായ്. അപ്പോ കൂടുതൽ പോസിബിലിറ്റീസ് ഈ ഫീൽഡിൽ തന്നെ കൂടുതൽ വരുന്നുണ്ട്. അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് താല്പര്യം. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അതിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോ ഒരു കാല് വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാവുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട്. അപ്പോ അല്ലാത്ത പക്ഷം വേറെ ടോട്ടൽ ഡിഫറെന്റ് ഇല്ല. നമ്മളിപ്പോ സർവീസ് ഓറിയന്റഡ് ആണ്, റീറ്റെയിൽ അല്ല, നമ്മളിപ്പോ ഒരു വേറൊരു ഫീൽഡ് അല്ല, ഹോസ്പിറ്റാലിറ്റി അല്ല, പ്രോപ്പർ സർവീസ് ആണ്. നമ്മുടെ ഫീസ് ആണ്, ഫീ ആണല്ലോ, ചാർജ് MRP ഇല്ലല്ലോ. അതെ അതെ. ഇപ്പൊ സാറ് പറഞ്ഞായിരുന്നല്ലേ, ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഡൗൺഫോൾ വന്നിട്ടില്ല. നമുക്ക് ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ലക്കും എല്ലാം ഫാക്ടേഴ്സ് ആണ്. ബട്ട് അതുകൊണ്ട് മാത്രം നമുക്കൊരു ഡൗൺഫോൾ വന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. അതിന് അത്രയ്ക്കുള്ള ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഫോർകാസ്റ്റ് പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള അത്ര കമ്മിറ്റ്മെന്റും മേ ബി ഫോർ 24 hours അതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ അതിനുവേണ്ടി സാർ എന്തൊക്കെയായിരിക്കും ചെയ്യുക? ബേസിക്കലി ഇപ്പൊ ഇവിടുത്തെ മാർക്കറ്റിൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് ഇഷ്യൂസ്. ഇപ്പോ പ്രോപ്പറായിട്ട് ഫണ്ട് വരാണ്ടിരിക്കുക, ഓൺ ടൈമിൽ വരാണ്ടിരിക്കുക. നമുക്ക് ഇന്ന് കിട്ടേണ്ട പൈസ നമുക്ക് നാളെ കിട്ടിയിട്ടും നമുക്ക് ഇന്നത്തെ ഗുണം അന്ന് ഉണ്ടാവില്ല. പൈസ കിട്ടിയതിന്റെ ഇന്ന് കിട്ടേണ്ടത് ഇന്നലെ കിട്ടണം. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിലേസ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. ഇപ്പോ അതിനുവേണ്ടി ക്ലയൻസിന്റെ ഇൻഫർമേഷൻ ക്ലയൻസിനെയാണ് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത്. നമുക്കിപ്പോ ഒരു മാർക്കറ്റ് ഗ്രാബ് ചെയ്യണം എന്നുള്ള നിലയിൽ പെട്ടെന്ന് പോയി ഒരു ബിസിനസ് ഒരു വർക്ക് കണ്ടു നമ്മളത് കോൺട്രാക്ട് സെറ്റ് ചെയ്യൂ, വേറെ ഒന്നും ചിന്തിക്കാണ്ട് എടുക്കുന്ന ഒരു കണ്ടീഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഒരു ക്ലയന്റിനെ ഇപ്പൊ നമ്മള് ക്ലയന്റിനെ കുറെ റിജക്ട് ചെയ്യലുണ്ട്. നമ്മളത് വേണ്ട, അത് ശരിയാവില്ല, അത് ഇൻ ദ ഫ്യൂച്ചർ പ്രശ്നമുണ്ട്. പിന്നെ ഇൻഡസ്ട്രീസ് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങൾ വാച്ച് ചെയ്യും. ഇപ്പോൾ മാമിന്റെ അടുത്ത് സാറ് കുറെ പറഞ്ഞല്ലോ ബിസിനസ് ഇങ്ങനെ കൊണ്ട് ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സും ഉണ്ട്. വീട്ടിൽ വന്ന് ഇതൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? അത് കൂടുതൽ ഗുഡ് ഹാപ്പി ന്യൂസ് ആണോ പറയാ? അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഇതെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ്? ബേസിക്കലി ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ ഷെയർ ചെയ്യുക. അങ്ങനെ കാര്യമായിട്ട് സങ്കടങ്ങളൊന്നും വരാൻ പിന്നെ അല്ല, മെന്റൽ പ്രഷറും സ്ട്രെയിനും എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ബിസിനസ് ഇപ്പോഴൊക്കെ കാണുമ്പോ ഏകദേശം മനസ്സിലായി തുടങ്ങും. പക്ഷെ അത് ഷെയർ ഇല്ല. പക്ഷെ ഹാപ്പി ന്യൂസ് അപ്പം എപ്പോഴും വൈഫിനെ ഹാപ്പി ആയിട്ട് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുമ്പോ അമ്മ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ അങ്ങനെ അധികം പറയാറില്ല. പിന്നെ പാപ്പ പറഞ്ഞിട്ടാണ് അറിയാറുള്ളത് കൂടുതല്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതുപോലെ കിട്ടുന്ന മിക്കവാറും ഒരു ബിസിനസ് മാൻ അല്ലെ, ലൈക്ക് ഫാമിലി ഡീറ്റെയിൽ ഒക്കെ പറയാറുണ്ട് എന്നുള്ളതല്ലാതെ ഇത് നിങ്ങൾ നല്ലൊരു കപ്പിളിനെ കിട്ടി, അതിന്റെ ബാക്കില് നല്ലൊരു ഫാമിലി ഉണ്ട്, അതിന്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പ്ലസന്റ്നെസ് ആണ് ഇവിടെ ഒരു ഫുൾ പോസിറ്റീവ് വൈബ്രേഷൻ അതിന്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാം. നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതുപോലെ നമുക്ക് മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.